നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. മാർച്ച് 13 നോ സ്മോക്കിംഗ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്തിനാണ് ഇങ്ങനൊരു ഡേ ആചരിക്കുന്നത്? സ്മോക്കിംഗ് കാരണമുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നമുക്കെല്ലാം അറിയാം. എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും ഈവൻ സിഗരറ്റ് പാക്കറ്റ്സിൽ പോലും എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്ന ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ആ സിഗരറ്റ് പാക്കറ്റിലുള്ള പിക്ചേഴ്സ്, അതെല്ലാം പോലും ഭയപ്പെടുത്തുന്ന പിക്ചേഴ്സാണ്. സ്റ്റിൽ ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നു. എന്താണ് ഈ സ്മോക്ക്? എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗരറ്റ്സ്? ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിഗരറ്റ്സ് ആണുള്ളത്. ലോ ടാർ സിഗരറ്റ്സ്, മീഡിയം ടാർ സിഗരറ്റ്സ്, ഹൈ ടാർ സിഗരറ്റ്സ്. ഈ ഹൈ ടാർ സിഗരറ്റ്സിലാണ് കൂടുതൽ ടാർ കണ്ടൻറ്റും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ളത് ഈ ഹൈ ടാർ സിഗരറ്റ്സ് ആണ്. എന്ന് പറഞ്ഞ് ലോ ടാർ സിഗരറ്റ്സ് പ്രശ്നമില്ല എന്നുള്ളതല്ല. ലോ ടാർ സിഗരറ്റ്സ് അത്രയും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് അടങ്ങിയത് തന്നെയാണ്. ഈ പുക വലിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മോർ ദാൻ 80 കാർസിനോജൻസ് ആണ് ഈ സിഗരറ്റ് സ്മോക്കിലുള്ളത്. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോസിങ് ക്യാൻസർ. പിന്നെ നമുക്കറിയാം, ഈ പുകവലി കാരണം ക്യാൻസർ മാത്രമല്ല ഉണ്ടാകുന്നത്, ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്, BP കൂടുന്നുണ്ട്. ഇങ്ങനെ നിരവധി രോഗങ്ങൾ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നത്? പല ക്ലാസ്സുകളിൽ പോയി ചോദിക്കുമ്പോഴും നമുക്ക് പല ഉത്തരങ്ങളാണ് കിട്ടുന്നത്. അതിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരം സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് സ്മോക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെ ഒരു ഉത്തരമാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മോക്ക് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് റിലീഫ് ഉണ്ടാകുന്നത്? സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു നിക്കോട്ടിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ബ്ലഡിലേക്ക് അലിഞ്ഞ് ബ്രെയിനിലേക്ക് എത്തി ഈ നിക്കോട്ടിൻ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ബ്ലഡിൽ റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ ഡോപ്പമിനാണ് ചെന്ന് നമുക്കൊരു ഫോൾസ് സെൻസ് ഓഫ്, അതായത് തെറ്റായ രീതിയിലുള്ള ഒരു സ്ട്രെസ് റിലീഫ്, അതായത് എൻ്റെ സ്ട്രെസ് എല്ലാം മാറി എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, മിഥ്യാധാരണ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി, ഈ ഒരു ധാരണയ്ക്ക് വേണ്ടി ആൾക്കാർ വീണ്ടും വീണ്ടും സ്മോക്ക് ചെയ്യുന്നു. സ്മോക്കിങ്ങിന് അഡിക്റ്റായി മാറി നിരവധി രോഗങ്ങൾക്ക് അടിമയാവുകയും ചെയ്യുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കിപ്പം സ്മോക്കിങ്ങും ആൽക്കഹോളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നിരവധി ഹെൽപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്, നിക്കോട്ടിൻ പാച്ചസ്, ലോസഞ്ചസ്, അതല്ലാതെ മെഡിക്കേഷൻസും എല്ലാം തന്നെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാം നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നുള്ള പ്രശ്നങ്ങളെല്ലാം കുറയാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ വരാനുള്ള സാധ്യതയും നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കുന്നു. സ്മോക്കിംഗ് ലങ് ക്യാൻസർ മാത്രമല്ല, പല ക്യാൻസേഴ്സും, നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസേഴ്സ്, അന്നനാളത്തിലുണ്ടാകുന്ന, ആമാശയത്തിലെ രക്ത ക്യാൻസർ, ഇങ്ങനെ നിരവധി ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്മോക്കിംഗ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ, അതായത് മാർച്ച് 13 ഈ നോ സ്മോക്കിംഗ് ഡേയിൽ നമ്മളെല്ലാവരും ഒരു പ്ലെഡ്ജ് എടുക്കണം. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം.